സോ ഹേ ഗൈസ്, അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരെ വീട്ടിലോട്ടാണ്. സോ ഇന്ന് നമ്മൾ ഒരു 3 പേരും കൂടി നമ്മൾ ഇന്നൊരു വെറൈറ്റി കടയിലോട്ടാണ് പോകാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും കാണിക്കുന്നത് വെറൈറ്റി സ്ഥലം തന്നെ ആയിരിക്കും. സോ ഇത് നിങ്ങൾ വിചാരിക്കും കേസ് ഞാനെന്ത് ഈ കാല് മാത്രം കാണിക്കുന്നത്, ഇവിടെ എന്ത് കാണിക്കാനാണ്, കുറേ റോഡ് മാത്രമേ ഉള്ളൂ. തൽക്കാലത്തേക്ക് നിങ്ങൾ ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ കൂട്ടുകാരന്മാരുടെ വീട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലശ്ശേരിയും പട്ടപ്പള്ളിയും കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് കേസ്. ഇത് മാത്രമേ ഇവിടെ കാണിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആലശ്ശേരിയും വട്ടപ്പള്ളിയും കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് അവന്മാരുടെ വീടിരിക്കുന്നത്. അവിടെ എത്തിയപ്പോഴാണ് കേസ് ഞാൻ സത്യം തിരിച്ചറിഞ്ഞത്. ആ രണ്ടെണ്ണങ്ങളും കൂടി എൻ്റെ വീട്ടിലെത്തി. ഞാൻ പറഞ്ഞത് അവന്മാർ കേട്ടതും രണ്ടും രണ്ടായിപ്പോയി. അങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇവന്മാരെ വിളിക്കാനാണ് ഞാൻ ഇത്രയും നടന്നത്. പ്രത്യേകിച്ച് നടന്ന ശീലമില്ലാത്ത എന്നെ അവന്മാർ 1 മണിക്കൂർ ഇട്ടാണ് ഓടിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഇതാണ് നമ്മുടെ ആലപ്പുഴയുടെ കളക്ടർ ഇരിക്കുന്ന സ്ഥലം. സോ അതും കഴിഞ്ഞ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴയിലെ കളക്ടറേറ്റ് ജംഗ്ഷനിലെ സെക്യൂരി ബസാർ എന്ന സ്ഥലത്തോട്ടാണ്. ഇത് രണ്ടും ഒന്നേൻ്റെ അല്ലെന്നാണ് എൻ്റെ വിശ്വാസം. സോ അവിടെ ഒരു കടയുണ്ട്, അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ജ്യൂസ് കുടിക്കാൻ വന്ന കട. സോ ഇതാണ് ബച്ചൂസ് ഷേക്ക് ഹബ്. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള കട തന്നെയാണ് കേസ്. ക്യാമറയുടെ മുന്നിൽ വരാൻ പേടിയില്ലെന്നും പറഞ്ഞാണ് ഇവന്മാരെ വിളിച്ചോണ്ട് വന്നത് ഞാൻ. ഇൻഫ്ലുവൻസർ ഞാനാ, നീയല്ലേ? ഇത് ഒരു എസ്തെറ്റിക്, ഇത് ഇൻട്രോവേർട്ട് എസ്തെറ്റിക്. സോ ഇതാണ് അവിടുത്തെ മെനുവും കാര്യങ്ങളൊക്കെ. സോ ഇതാണ് അവിടുത്തെ പൂക്കി ചേട്ടൻ. ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേസ്. വേറൊന്നും വേണ്ട, എനിക്കറിയത്തില്ല ഇവരൊക്കെ. ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഷാർജയും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അങ്ങ് എത്തി. അങ്ങനെ ഓരോരുത്തരായിട്ട് എടുത്തത്. അങ്ങനെ ഞാനും എടുത്ത്. സോ ഇതാണ് നമ്മുടെ ഷാർജയുടെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ. ഞാൻ ഫസ്റ്റ് സിപ്പ് അങ്ങ് എടുത്തപ്പോഴത്തേക്കും ക്യാമറ ഓണാക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. അവസാനം ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് പകുതിക്ക് വെച്ചെടുക്കാന്ന് വെച്ച്. പക്ഷെ എടുക്കാൻ നേരത്തത് ഇങ്ങനെ ഒരു കൈ വന്ന് ഒരെണ്ണം എടുത്തോണ്ട് പോകും. ഇതാണ് കേസ് ഇവിടുത്തെ വിഷയം. സോ അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും ഐസ്ക്രീം ഒന്നും എടുക്കാമെന്ന് നോക്കാന്ന് വെച്ചാൽ ഭയങ്കര കോൺസെൻട്രേഷൻ വേണമെന്നുള്ളതുകൊണ്ട് ആ സമയത്ത് ഇവൻ്റെ കൈ എങ്ങോന്ന് എടുത്തോണ്ട് പോകും. സോ ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒരു സിപ്പ് ഞാൻ അങ്ങ് എടുത്ത്. സോ ചാർജറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേസ്. വലിയ അത്ര ആറ്റിട്ട് കുടിക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവന് കുറച്ച് കഴിയുമ്പോ കണ്ടോ ഇവനെ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ജയിലിൽ നിന്ന് ചാടിയ കുറ്റവാളിയൊന്നും അല്ല, ക്യാമറയിൽ വരാൻ അറിയാത്തതുകൊണ്ടാണ്. സോ ഇവൻ സീനാണ് കേട്ടോ. ഇവൻ പറയുന്ന പോലെ അല്ല. ഇനി ഇത്ര നേരം അവനെ എടുത്താലും ഇനി ശരി എന്നെ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരുത്തരാണെങ്കിൽ ഷാർജ വെച്ച് മുഖം പൊത്തിരിക്കുന്നു, ക്യാമറ വരാൻ വയ്യാത്തോണ്ട്. സോ ഇവിടുത്തെ ഷാർജയുടെ റേറ്റ് വരുന്നത് വെറും 60 രൂപയാണ് കേസ്. അങ്ങനെ അവസാനമായിട്ട് നമ്മൾ ലേസം വാങ്ങിച്ച് ഇന്നത്തേക്ക് തീർന്നിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ.